അനീഷേ, നിനക്ക് വല്ല മനുഷ്യത്വം ഉണ്ടോടാ? നീ എന്ത് മനുഷ്യനാടാ? നിനക്കൊന്നും ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഒരാളല്ലേ? ശരത്ത് അനീഷിനോട് ചോദിക്കുകയാണ്. നീ ഈ ബിഗ് ബോസ് വീട്ടിലുള്ളവരോട് 2 ആഴ്ചയായിട്ട് ചെയ്യുന്നത് എന്താടാ? നിനക്ക് വേണ്ടി ഇത്രയും ദിവസം ടാസ്ക് കളിച്ച ഞങ്ങൾ ഇന്നലെ നിനക്ക് വേണ്ടാത്തവരായി. ഇതേപോലെയല്ലേ നീ ഇവിടുത്തെ ഓരോരുത്തരോടും പെരുമാറുന്നത്? ഈ വിഷയത്തിലേക്ക് നമ്മുടെ ആര്യൻ ഇടപെടുകയാണ്. ചേട്ടാ, കുറച്ച് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം വേണം. അപ്പോഴേക്കും നമ്മുടെ അക്ബർ ഓടിച്ചാടി വന്ന് ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട്, നീ ഗെയിം തുടങ്ങിയ സമയത്ത്, നിനക്ക് ഗെയിം എന്താണെന്ന് അറിയാതിരുന്ന സമയത്ത് നീ ആര്യനോടല്ലട വന്ന് ചോദിച്ചത്. അത് കഴിഞ്ഞ് ഒരു ടാസ്കിൽ ജയിച്ചപ്പോഴേക്കും അവൻ അപ്പോഴേക്കും പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണെന്ന്. ഇവൻ്റെ സ്വഭാവം ഇത് തന്നെയാണ്, ഒരു മനുഷ്യത്വം ഇല്ലാത്തവൻ. ഇവൻ ചിലപ്പോൾ പുറത്ത് ജയിക്കുമായിരിക്കും, പുറത്ത് ജനങ്ങളുടെ ഇടയിൽ ഇവൻ ഹീറോ ആയിരിക്കും, പക്ഷേ നമ്മുടെ മനസ്സിൽ ഇവൻ ജയിക്കാനേ പോകുന്നില്ല. ഇവൻ ജയിക്കോ ഇല്ല എന്നാണ് നമ്മുടെ ശരത്ത് പറയുന്നത്. എന്താണെങ്കിലും നമ്മുടെ അക്ബർ ചെറുതായിട്ടൊരു സൂചന കൊടുത്തിട്ടുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ അനീഷിനെ ബിഗ് ബോസ് തിരിച്ച് കയറ്റിയതിൻ്റെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ അക്ബർ പറയുന്നുണ്ട്, ചിലപ്പോൾ അവൻ പുറത്ത് നായകനാണെങ്കിൽ ഞാനായിരിക്കും വില്ലൻ എന്ന്. അപ്പോൾ നമ്മുടെ അക്ബർ പറയുന്നുണ്ട്, ചിലപ്പോൾ ഞാൻ നായകനാണെങ്കിൽ അവനായിരിക്കും വില്ലൻ എന്ന്. എന്താണെങ്കിലും നമ്മുടെ ശരത്തിൻ്റെയൊക്കെ മനസ്സിലൊരു സ്പാർക്ക് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ചൊറിച്ചിൽ ശരത്ത് തുടങ്ങിക്കഴിഞ്ഞു. അനീഷിൻ്റെ തിരിച്ചുവരവ് നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് ഇറക്കാൻ മറക്കരുത്.